ആർട്ടിസ്റ്റുകളെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ റിയലിസ്റ്റിക് പോർട്രേറ്റ് സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ അടിപൊളിയായിട്ട് വളരെ മനോഹരമായിട്ട് ടെക്സ്ചർ എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാമല്ലേ? അപ്പോൾ ഗായ്സ്, ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഓൾറെഡി ടെക്സ്ചർ കൊടുത്തു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെക്സ്ചർ കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ സ്ക്രീൻ റെക്കോർഡർ എന്തോ പറ്റി അത് തന്നെ ഓഫായിപ്പോയി. ആ വീഡിയോ റെക്കോർഡായില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ അണ്ടു അടിച്ച് ബാക്കിലേക്ക് വീണ്ടും കൊണ്ടുപോകാനും പറ്റുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വരച്ചു പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇനി പറയുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല, എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടെക്സ്ചർ എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്ചർ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഐബിസ് പെയിൻറ്റെക്സിൽ ധാരാളം ബ്രഷുകൾ നമുക്കുണ്ട്. ഇപ്പോൾ ബേസിക് ബ്രഷസ് ധാരാളം തന്നെ നമുക്ക് ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പോയിൻ്റിലിസം 1, പോയിൻ്റിലിസം 2, സ്പട്ടറിങ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ബ്രഷുകൾ നിങ്ങൾക്കുണ്ട്. ഈ ബ്രഷ് വെച്ച് നമുക്ക് ടെക്സ്ചർ കൊടുക്കാൻ സാധിക്കും. എങ്കിലും അതിനൊരു പരിധിയുണ്ട്. എനിക്ക് ആ ബേസിക് ബ്രഷ് വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇമ്പം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റം ബ്രഷ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. പുറത്ത് നിന്ന് ഒരു ബ്രഷ് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ബ്രഷ് വെച്ചിട്ടാണ് ഞാനിവിടെ ടെക്സ്ചർ കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റം ബ്രഷ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ള കാര്യം മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ മേലെ ബ്രഷിൻ്റെ അവിടെ 3 ഡോട്ട് ഞെക്കി കഴിയുമ്പോൾ ഇമ്പോർട്ട് ബ്രഷ് QR കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. QR കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞെക്കി കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മുടെ QR കോഡിൻ്റെ ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷ് ഇവിടെ ഇമ്പോർട്ട് ആവും. അപ്പോൾ ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ബ്രഷിൻ്റെ QR കോഡ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഈ ബ്രഷ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐബിസ് പെയിൻറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോർസ് എന്ന് പറയുന്ന ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ടെക്സ്ചർ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പോർസ് എന്ന് പറയുന്ന ആ ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹൈലൈറ്റ്സ് കൊടുത്ത ആ ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറ് ഞാൻ സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലെയർ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്ത ആ ലെയറിൽ തന്നെയാണ് ഈ ടെക്സ്ചറും കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹൈലൈറ്റ്സ് ഉള്ള ഭാഗത്ത് മാത്രമാണ് നമ്മളിപ്പോൾ ടെക്സ്ചർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ആ കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹൈലൈറ്റ്സ് കൊടുത്ത ആ ഭാഗങ്ങളിൽ ഈ ബ്രഷ് വെച്ച് വളരെ പതുക്കെ വളരെ നൈസായിട്ട്, അധികം കട്ടിയൊക്കെ കുറച്ച്, നിങ്ങൾക്ക് വേണേൽ ഒബാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ വളരെ ലൈറ്റായിട്ട് നമ്മൾ ആ ടെക്സ്ചർ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ലായിരിക്കും, കാരണം ഞാൻ നേരത്തെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബ്രഷ് അത്യാവശ്യം നല്ല ഒബാസിറ്റി ഒക്കെ കുറഞ്ഞ് ചെറിയ രീതിയിലേ കാണുള്ളൂ. ഇപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ്സ് ഉള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ടെക്സ്ചർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടെക്സ്ചർ കൊടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ. ഞാൻ പണ്ടൊക്കെ ഈ നിവിൻ പോളിൻ്റെ പടത്തിൽ കാണുന്ന പോലെ വളരെ വൃത്തികേടായിട്ടായിരുന്നു, ഭയങ്കര വലുപ്പത്തിലൊക്കെ ആയിരുന്നു ടെക്സ്ചർ കൊടുത്തിരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹൈലൈറ്റ്സിലുള്ള ടെക്സ്ചർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡാർക്ക് ഷെയ്ഡ്സിൽ നിന്നും ആ ഡാർക്കായിട്ടുള്ള കളർ പിക്ക് ചെയ്ത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ടെക്സ്ചർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആ ഡാർക്കായിട്ടുള്ള കളർ പിക്ക് ചെയ്യുന്നു, സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് പിക്ക് ചെയ്യുക. അതിനുശേഷം ഡാർക്കായിട്ട് വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഈ രീതിയിൽ നമ്മൾ ആ ടെക്സ്ചർ കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീണ്ടും കൊടുക്കാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ. നമുക്ക് സൂം ചെയ്യുമ്പോൾ മാത്രം മനസ്സിലാവുന്ന പോലെ കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കൊരു ഗ്രേ കളറൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ ഹെയറിന്, മീശയ്ക്കും താടിക്കും അതുപോലെ തന്നെ ഹെയറിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. അതൊക്കെ നമ്മുടെ ഓരോ പിക്ചറിനനുസരിച്ച് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളെല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ട് കൊടുക്കുക, ഓവറാക്കി കൊടുക്കരുത്, ഭയങ്കര വൃത്തികേടാവും. ഞാൻ നേരത്തെ ആ നിവിൻ പോളിനെയൊക്കെ പടം കാണിച്ചതുപോലെ തന്നെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ടെക്സ്ചറിങ് എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ലെയർ എല്ലാ ലെയറുകളുടെ ഏറ്റവും അടിയിലായിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 2ാമത്തെ ലെയറിലാണ്. ഇപ്പം മറ്റേ
റെഫറൻസ് പിക്ചറിൻ്റെ ലെയറിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് ഞാൻ കൊടുത്തത്. അത് റെഫറൻസ് പിക്ചറിൻ്റെ താഴെ ആയാലും കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ള ലെയറുകളിലെ ഏറ്റവും അടിയിലായിരിക്കണം നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ലെയർ. ഇപ്പോൾ നിങ്ങൾ മേലെയാണെങ്കിൽ മറ്റേ 3 ഡോട്ടിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഏറ്റവും താഴത്തേക്ക് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് പിക്ചറുള്ള ലെയർ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ലെയർ ആഡ് ചെയ്യുക. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെയർ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് ഒരു ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ലെയറിൽ നിങ്ങൾ ഇഷ്ടമുള്ളൊരു കളർ, നമ്മുടെ ഇമേജുമായിട്ട് നമ്മൾ വരച്ച് വെച്ച പിക്ചറുമായിട്ട് ചേരുന്ന ഒരു കളർ നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ നിന്നും നമ്മൾ ആ കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ നമ്മൾ പിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് എയർ ബ്രഷ് നോർമലാണ്. ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ സൈസൊക്കെ വളരെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ആ ക്യാൻവാസിൻ്റെ ചുറ്റും, നമ്മുടെ ആ ഇമേജിൻ്റെ ചുറ്റും ഈ രീതിയിൽ വളരെ നൈസായിട്ടൊന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു, ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ എയർ ബ്രഷ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ എയർ ബ്രഷ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും സ്മഡ്ജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അതുകൊണ്ട് വളരെ ബ്ലെൻഡ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് നമ്മളെ ആ ക്യാൻവാസിന് ചുറ്റും ഒന്ന് ഡാർക്കായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചുറ്റും കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കളർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്നും കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വരച്ച് വെച്ച പിക്ചറിൻ്റെ, അതായത് ഫാസിലിൻ്റെ ചുറ്റും ആ ഉൾഭാഗത്തായിട്ട് നടുഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അതിൻ്റെ ചുറ്റും ഈ രീതിയിലൊന്ന് ബ്രൈറ്റ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ക്യാൻവാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഡാർക്കായിട്ടും നടുക്ക് ഭാഗത്ത് ഒരു ലൈറ്റായിട്ട് പോലെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്നുള്ള കാര്യവും അതുപോലെ തന്നെ എങ്ങനെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ടെക്സ്ചർ കൊടുക്കണം എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ QR കോഡ് വീഡിയോൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ Ibis Paint ആപ്പിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ റിയലിസ്റ്റിക് പോർട്രേറ്റ് സീരീസിൻ്റെ എല്ലാ ഭാഗങ്ങളും അവസാനിക്കുകയാണ്. ഇപ്പോൾ 5 പാർട്ടെങ്ങാണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും പാർട്ടുകൾ കൊണ്ട് നമ്മൾ എങ്ങനെ അടിപൊളിയായിട്ടൊരു പോർട്രേറ്റ് വരയ്ക്കാമെന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോകളൊന്നും, ഈ സീരീസിലെ പാർട്ടുകളൊന്നും കാണാത്തവരെല്ലാം കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പറയാനുള്ളൂ. ഇനി തുടർന്നും എന്തൊക്കെ വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.